നമ്മളുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വെള്ളക്കടല വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡ്രൈ റോസ്റ്റാണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് അളവിൽ വെള്ളക്കടല ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തേക്കാണ്. ഇനി നമുക്കിതിലേക്കൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോറാണ് ചേർക്കുന്നത്. 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് വേറെ വെള്ളമൊന്നും ഇപ്പോൾ തൽക്കാലം ഒഴിച്ചിട്ടില്ല. ആ ഒരു വെള്ളക്കടലയുടെ ആ കുതിർത്ത് കഴുകി വാരി ആ നനവിൽ തന്നെയാണ് ആ പൊടി ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് പിടിച്ചേക്കണത്. ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഫുള്ളായിട്ടുള്ള പൊടി കോട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറേശ്ശെ വെള്ളം തളിച്ചിട്ട് ഒന്ന് ഇതുപോലെ ഇതാക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇതിലേക്ക് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്, കാരണം ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഓയിലിലേക്ക് ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വറ്റൽമുളകും അതുപോലെ വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചതച്ചതാണ്, തൊണ്ടൊന്നും കളഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്നായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഞാൻ പൊരിച്ച് കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം ഓയിലിൽ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ കടലയും കൂടി ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കടലയിൽ നമ്മൾ അരിപ്പൊടിയും അതുപോലെ തന്നെ കോൺഫ്ലോറും ഒക്കെ കൊണ്ട് കോട്ട് ചെയ്തിട്ടുള്ള കാരണം നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ടായിരിക്കും ഇത് പൊരിഞ്ഞ് കിട്ടുക. ഈ ഒരു രീതിയിലും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാൻ ആ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ ഓയിലൊന്ന് ചൂടാക്കി അതിലേക്ക് 6-7 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ അതിൻ്റെ കൂടെ 2 പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു സവാള, ചെറിയ സവാളയായാലും മതിയാവും, ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ ടൊമാറ്റോയുടെ ഹോട്ട് സോസ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നന്നായിരിക്കും, കാരണം അപ്പോൾ ഒരിത്തിരി കൂടെ എരിവും അതിന് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ സോയ സോസും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ആ കടലയുടെ മിക്സ്ചറും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, നമ്മൾക്ക് വെറുതെ കഴിക്കാൻ പറ്റിയ വിധത്തിലായിരിക്കും ഇത്. സ്പൂൺ കൊണ്ടിട്ട് ജസ്റ്റ് കോരി കഴിക്കാൻ വിട്ട് നല്ല ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് എല്ലാ കടലയിലും ഒരുപോലെ ആ സോസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റും ഒക്കെയാണ് ഇത് കഴിക്കാൻ. ഇനിയിപ്പോൾ ഇങ്ങനെ സോസ് ഉപയോഗിച്ചിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഗരം മസാലപ്പൊടിയൊക്കെ കൂടെ ഇട്ടിട്ട് ഒരു ഡ്രൈ റോസ്റ്റ് പോലെ കഴിക്കാനാണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണുന്നവരെ സ്റ്റേ സേഫ്, ടേക്ക് കെയർ, ബൈ.